നാഴികക്കല്ല് നിങ്ങളുടെ എല്ലാം സാന്നിധ്യത്തോടു കൂടി നമ്മൾ ഇന്നിവിടെ പിന്നിടുകയാണ്. 98 കാലഘട്ടങ്ങളിൽ അങ്കലേശ്വർ ആസ്ഥാനമായി പ്രവർത്തനം ആരംഭിച്ച മലയാളി വെൽഫെയർ അസോസിയേഷൻ വിവിധ കാലഘട്ടങ്ങളിൽ വിവിധ ഭരണസമിതികളുടെ നേതൃത്വത്തിൽ വളരെ നിസ്സീമമായ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ അങ്കലേശ്വറിലെ കലാകാരന്മാരെയും കലാകാരികളെയും കണ്ടെത്തി അവർക്ക് വേണ്ടുന്ന നല്ല രീതിയിലുള്ള പ്രോത്സാഹനങ്ങൾ നൽകുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ആദ്യമായി നമ്മൾ ഈ പറയുന്ന ഡാൻസ് ക്ലാസ്സുകൾ മലയാളി വെൽഫെയർ അസോസിയേഷൻ്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ചത്. ഈ ഒരു ഡാൻസ് ക്ലാസ്സിന് തുടക്കം കുറിക്കുവാനും അതിന് നേതൃത്വം നൽകുവാനും നമ്മുടെ അസോസിയേഷൻ്റെ ഭാരവാഹികൾ വളരെ വലിയ ഒരു പങ്കാണ് വഹിച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും നമ്മൾ സമയം അതിക്രമിക്കുന്നു. നമ്മൾ ഈ പറയുന്ന അരങ്ങേറ്റം ചടങ്ങിൻ്റെ ആദ്യഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ആദ്യമായി ഇവിടെ ഭദ്രദീപം കൊളുത്തി ഈ ഒരു ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്ന കർമ്മത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഭദ്രദീപം കൊളുത്തുന്നതിന് വേണ്ടിയിട്ട് നമ്മളുടെ ശാന്തി ടീച്ചറിനെ ഞാൻ ഇവിടേക്ക് ക്ഷണിക്കുകയാണ്. സുജിത മാഡം, ശ്രീമതി മായ നന്ദകുമാർ, അസോസിയേഷൻ സെക്രട്ടറി ശ്രീ സുനിൽ നമ്പ്യാർ, അയ്യപ്പ സേവാ സമിതി സെക്രട്ടറി ശ്രീ മോഹൻ പിള്ള അവർകൾ, നമ്മുടെ ക്ഷേത്രത്തിൻ്റെ മേൽശാന്തി കണ്ണൻ തിരുമേനി അവർകളെ ഞാൻ ഈ ഒരു ഭദ്രദീപം കൊളുത്തുന്ന ചടങ്ങിലേക്ക് ക്ഷണിക്കുകയാണ്. ഭദ്രദീപം കൊളുത്തി നമ്മുടെ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തതിന് ശേഷം നമ്മൾ നമ്മുടെ ഈ വേദിയിൽ കലാപരിപാടികൾ ആരംഭം കുറിക്കുന്നതായിരിക്കും. എല്ലാവരും ഒരു നിമിഷം നേരം എഴുന്നേറ്റ് നിന്ന് പ്രാർത്ഥനാപൂർവ്വം നമുക്ക് ഈ ഒരു ചടങ്ങ് അടുത്തതായി ഭദ്രദീപം കൊടുക്കുന്നത് നമ്മുടെ അസോസിയേഷൻ സെക്രട്ടറി ശ്രീ സുനിൽ നമ്പ്യാർ അവர்களാണ്. അടുത്തതായി നമ്മളുടെ അയ്യപ്പ സേവാ സമിതി സെക്രട്ടറി ശ്രീ മോഹൻ പിള്ള അവர்கள். അടുത്തതായി നമ്മളുടെ നൃത്ത അധ്യാപിക ശ്രീമതി രീതിയിൽ സഹായ സഹകരണങ്ങൾ ചെയ്ത് കൃത്യമായ ചിട്ടവട്ടങ്ങളോടുകൂടി ഇത് നടത്തിക്കൊണ്ടുപോകാൻ വേണ്ടി മുന്നോട്ട് നിന്ന ഒരു മഹൽഗതിയുണ്ട് നമ്മുടെ മുൻകാല പ്രസിഡന്റ് ശ്രീ അലക്സ് ഭായ്, അതുപോലെ തന്നെ നമ്മുടെ സെക്രട്ടറി ആയിരുന്ന ശ്രീ തങ്കരാജ് ഭായ്, അതുപോലെ നമ്മളുടെ ആർട്സിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കിയിരുന്ന ശ്രീകുമാർ ഭായ്, ആദ്യ കാലഘട്ടങ്ങളിൽ നമ്മുടെ ഡാൻസ് ക്ലാസ്സിൻ്റെ കോർഡിനേഷനുകളും കാര്യങ്ങളിലും നടത്തി വന്നിരുന്ന നമ്മുടെ ഇപ്പോഴത്തെ പ്രസിഡന്റ് ശ്രീ ബിജുഭായ്, അതുപോലെ ഈ കുട്ടികൾക്ക് ഡാൻസ് പരിപാടി നമ്മൾ തുടക്കം കുറിച്ച സമയത്ത് ആദ്യകാലങ്ങളിൽ നമ്മളുടെ കുട്ടികളുടെ ഗുരുവായിരുന്ന ശ്രീ ശിവകുമാർ പിള്ള സാർ, ഇത്രയും ആളുകളുടെ സാന്നിധ്യം ഇന്നിവിടെ ഇല്ല എങ്കിലും അവരെല്ലാം അവരുടേതായ ആഗ്രഹാനുസരിച്ചുകൾ നമ്മളുടെ കുട്ടികൾക്ക് നൽകിയിട്ടുണ്ട്. തീർച്ചയായിട്ടും അവരുടെ അനുഗ്രഹവും അവരുടെ പ്രാർത്ഥനയും അതുപോലെ തന്നെ അവരുടെ പ്രവർത്തനങ്ങളും കൊണ്ടാണ് ഇന്ന് ഈ വേദിയിലേക്ക് നമ്മുടെ കുട്ടികൾ കടന്നു വരുന്നത്. വീണ്ടും ഈ പറയുന്ന നൃത്ത ക്ലാസ്സുകൾ പുനരാരംഭിച്ച സമയത്ത് സൂറത്തിലെ ഓംകാര നൃത്തവേദിയുടെ ഉടമയായ അറിയപ്പെടുന്ന നർത്തകി കൂടിയായ ശ്രീമതി ശാന്തി ശിവൻ
മേളത്തിൻ്റെ ശിക്ഷണത്തിലാണ് നമ്മുടെ കുട്ടികൾ പരിശീലനം പൂർത്തിയാക്കിയത്. അപ്പോൾ നമ്മൾ ആദ്യ നൃത്തത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. അപ്പോൾ നമ്മളുടെ കുട്ടികളുടെ ഭരതനാട്യത്തിൻ്റെ അരങ്ങേറ്റത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് നമ്മളുടെ സംസ്കാരം एक बार यहाँ पे देख लीजिए। ചിന്തിച്ച സമയത്ത് നമ്മൾ തിരഞ്ഞെടുത്തത് നമ്മളുടെ കുട്ടികൾ കളിച്ചു വളർന്ന നമ്മളുടെ സുപരിചിതരായിട്ടുള്ള അവരുടെ ഗുരുക്കന്മാരുടെ മുന്നിൽ, അവരുടെ രക്ഷിതാക്കളുടെ മുന്നിൽ നടത്തുക എന്നുള്ളതായിരുന്നു നമ്മളുടെ തീരുമാനം. അപ്പോൾ നമ്മളുടെ ഈ ഒരു അരങ്ങേറ്റത്തിൻ്റെ വിവിധ ഘട്ടങ്ങൾ നിങ്ങൾക്ക് നേരിൽ കാണുവാനുള്ള ഒരു ഭാഗ്യം ആ കുട്ടികൾക്ക്, അവരുടെ രക്ഷകർത്താക്കൾക്ക് നിങ്ങളുടെ സാന്നിധ്യത്തിൽ അത് ചെയ്യുവാനുള്ള ഭാഗ്യം ഇവിടെ ഉണ്ടാവുകയുണ്ടായി. സംസ്ഥാനത്തിലാണ്. ഭരതനാട്യത്തിൻ്റെ ആദ്യകാല നാമം ദാസിയാട്ടം എന്നായിരുന്നു. ഭരതമുനിയുടെ നാട്യശാസ്ത്രത്തെ അടിസ്ഥാനമാക്കി രചിക്കപ്പെട്ട അഭിനയ ദർപ്പണം എന്ന ഗ്രന്ഥമാണ് ഭരതനാട്യത്തിന് ആധാരമായി അംഗീകരിക്കപ്പെട്ടിട്ടുള്ളത്. വളരെ വർഷങ്ങളായി നമ്മളുടെ കുട്ടികൾ 2 ഗുരുക്കന്മാരുടെ ശിക്ഷണത്തിൽ പരിശീലനം പൂർത്തിയാക്കി നമ്മളുടെ മുന്നിൽ, നമ്മുടെ സ്ഥല ദൈവത്തിൻ്റെ മുന്നിൽ അരങ്ങേറ്റം എന്ന് പറയുന്ന അവരുടെ ജീവിതത്തിലെ ഒരു മഹാലക്ഷ്യത്തിലേക്ക് നടന്നെടുക്കുന്ന സമയത്ത് അതിനുവേണ്ടി പ്രവർത്തിക്കുവാൻ സാധിച്ചത് എന്നത് നമ്മൾ അങ്കിലേശ്വർ മലയാളികൾക്കും അതുപോലെ തന്നെ അങ്കിലേശ്വർ മലയാളത്തിൻ്റെ പ്രശ്നങ്ങൾ കൊണ്ട് എല്ലാ ഭാരവാഹികളെയും അതുപോലെ തന്നെ നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും സഹായ സഹകരണമായിട്ട് നിൽക്കുന്ന ഒരുപറ്റം ആളുകളുണ്ട്. അവരെയെല്ലാം, അല്ലെങ്കിൽ അവരുടെ എല്ലാം സപ്പോർട്ടോടു കൂടിയാണ് നമ്മൾ ഇന്ന് ഈ ഒരു ചടങ്ങ് ഇവിടെ നിർവഹിക്കുന്നത്. ഇതൊരു തുടക്കം മാത്രമാണ്. ഇപ്പോൾ നമുക്ക് 6 കുട്ടികളാണ് ഇന്ന് ഈ വേദിയിൽ ഭരതനാട്യത്തിൽ അരങ്ങേറ്റം കുറിക്കുന്നത്. വീണ്ടും അടുത്ത ബാച്ചിലെ കുട്ടികൾ പരിശീലനം നടക്കുന്നുണ്ട്. കൂടുതൽ കുട്ടികളെ
നമ്മളുടെ ഈ പറയുന്ന കലാരംഗത്തേക്ക് കൈപിടിച്ച് ഉയർത്തുവാൻ രക്ഷകർത്താക്കളായ നിങ്ങൾ കാണിക്കുന്ന മനസ്സിനോടൊപ്പം തന്നെ നിൽക്കുവാൻ അങ്കലേശ്വരിലെ നല്ലവരായിട്ടുള്ള മറ്റ് മാതാപിതാക്കളും നല്ല പ്രവർത്തകരും അതുപോലെ തന്നെ മറ്റ് സംഘടനകളും കൂടെ ഉണ്ടാകും എന്നതിൻ്റെ ഉറപ്പ് ഉൾക്കൊണ്ടുകൊണ്ടാണ് നമ്മൾ ഇന്ന് ഈ ഒരു ചെറിയ വേദിയിൽ നമ്മളുടെ കുട്ടികളുടെ അരങ്ങേറ്റം നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിക്കുവാൻ സാധിക്കുന്നത്. തീർച്ചയായിട്ടും ഇന്ന് ഈ വേദിയിൽ നിങ്ങളുടെ എല്ലാം അനുഗ്രഹത്തോടു കൂടി അരങ്ങേറ്റം കുറിക്കുന്നത് കുമാരി ആര്യ അജയ്, ബിന്ധ്യ ബിനു, അർച്ചന നാരായണൻ, പവിത്ര നായർ, അഞ്ജിത പണിക്കർ, മാസ്റ്റർ അഭിഷേക് നായർ എന്നിവരാണ് ഈ വേദിയിൽ നിങ്ങൾക്ക് മുന്നിലായിട്ട് അരങ്ങേറ്റം കുറിക്കുന്നത്. നൽകുന്ന ചടങ്ങ് ഇവിടെ നിങ്ങളുടെ സാന്നിധ്യത്തിൽ പൂർത്തീകരിച്ചിരിക്കുകയാണ്. ഇനി അവർ നമ്മളുടെ മുന്നിലേക്ക് വരികയാണ്, നമ്മുടെ ദൈവത്തിന് മുന്നിലേക്ക് വരികയാണ്. ഒരു ഗണപതി സ്തുതിയുടെ നൃത്തരൂപമായി ഈ വേദിയിലേക്ക് കടന്നു വരുന്നു കുമാരി ആര്യ അജയ്, ബിന്ധ്യ ബിനു, അർച്ചന നാരായണൻ, പവിത്ര നായർ, അഞ്ജിത പണിക്കർ, മാസ്റ്റർ അഭിഷേക് കുമാർ. നല്ലൊരു കയ്യടി നിങ്ങൾ കൊടുക്കുക. അവരുടെ ജീവിതത്തിൽ ഒരു നല്ല ധന്യ നിമിഷമാണ്. ഇനി മുന്നോട്ടുള്ള അവരുടെ കലാപ്രയാണത്തിൽ നമ്മളുടെ ഈ പ്രാർത്ഥനയും നമ്മുടെ പ്രോത്സാഹനമാണ് അവരുടെ കൈമുതൽ. അപ്പോൾ നിങ്ങൾക്ക് മുന്നിലേക്ക് അവർ അവരുടെ അരങ്ങേറ്റം കുറിക്കുകയാണ്. ताम तकिट धीम धीम तकिट झम तकिट झम तकिट नम तकिट ताम तकिट धीम धीम तकिट झम झम तकिट नम तकिट ताम ताम तकिट
Thank you. Thank you.
தன்னோடு
కాగడి వెన్నెలలోల చేమపు ఘడియాల చేయివేటి కవిదై పారిరెంచి కాగడి వెన్నెలలోల చేమపు ఘడియాల చేయివేటి కవిదై పారిరెంచి కాగడి వెన్నెలలోల చేమపు ఘడియాల చేయివేటి చీమగుట్టన నీడన చక్కిడ కన్నీరు జారవే మరువ పోయవాయ్ పెట్టు పెట్టదే చీమగుట్టన నీడన చక్కిడ కన్నీరు జారవే మరువ పోయవాయ్ పెట్టు పెట్టదే చీమగుట్టన నీడన చక్కిడ కన్నీరు జారవే మరువ పోయవాయ్ పెట్టు పెట్టదే ఇట్టి ముద్దు నాటిగా దేవాడి పట్టి తెచ్చి కొట్టడింద బాలు పోయడి వాణి పట్టి తెచ్చి కొట్టడింద బాలు పోయడి వాణి పట్టి తెచ్చి కొట్టడింద బాలు పోయడి చువల్లె వచ్చి తన మూగము ముక్కలు చేయి సచ్చటి తెప్పులోన తగవేటి చువల్లె వచ్చి తన మూగము ముక్కలు చేయి సచ్చటి తెప్పులోన తగవేటి ముచ్చువల్లె వచ్చి తన మూగము ముక్కలు చేయి సచ్చడి తెప్పులోన తగవేటి తచ్చనని చేయి తీసి నోరులల్ల కొల్లుగార పచ్చడివా పోయవాని ఒట్టు పెట్టదే తచ్చనని చేయి తీసి నోరులల్ల కొల్లుగార
മണ്ണിൽ മുഴുകിയ വേദത്തെ വീഴുവാനൊരു മീനായി ചെന്നുടൻ എഴുസാഗരം ചൂഴി നിന്നിടുന്ന വിഷമൺപോടു കാണേണം ഗോവിന്ദ ഇച്ഛയോടെ സുരാസു